ഹായ്, ഞാൻ എൽമ. ഇന്ന് നമ്മളിവിടെ ഉള്ളത് പാലാരിവട്ടം ഫേഷ്യൽ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക്കിലാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പീഡിയാട്രിക് ഡെർമറ്റോളജിനെ കുറിച്ചാണ്. പീഡിയാട്രിക് ഡെർമറ്റോളജി കുട്ടികളിലുള്ള സ്കിൻ ഇഷ്യൂസിനെ ഐഡന്റിഫൈ ചെയ്യാനും അതിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ കുട്ടികളുടെ സ്കിൻ വളരെ സോഫ്റ്റ് ആൻഡ് സെൻസിറ്റീവ് ആണ്. അതിനെ നേരത്തെ അറിഞ്ഞ് അതിൻ്റെ സ്കിൻ ഇഷ്യൂസിനെ ട്രീറ്റ് ചെയ്യാനും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു പീഡിയാട്രിക് ഡെർമറ്റോളജിസ്റ്റിന്റെ കൺസൾട്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് കുട്ടികളിൽ നിന്ന് കണ്ടുവരുന്ന കോമൺ സിംപ്റ്റംസ്? സ്കിൻ അലർജി, എക്സിമ, ഹീറ്റ് റാഷ്, ഹെയർ ഫോൾ, ഫംഗൽ ഇൻഫെക്ഷൻ ആൻഡ് സ്കേബിംഗ്. ഇതൊക്കെയാണ് കുട്ടികളിൽ നിന്ന് കണ്ടുവരുന്ന കോമൺ സിംപ്റ്റംസ്. ഇതൊക്കെ നിങ്ങൾ നിസ്സാരമായി എടുക്കാണ്ട് ഒരു പീഡിയാട്രിക് ഡെർമറ്റോളജിസ്റ്റ് കൺസൾട്ടേഷൻ വളരെ ആവശ്യമാണ്. എന്തൊക്കെയാണ് കുട്ടികളുള്ള സ്കിൻ ഇഷ്യൂസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന്? ഒരിക്കലും സ്വന്തമായി ട്രീറ്റ് ചെയ്യാണ്ട് ഒരു പീഡിയാട്രിക് ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചിട്ട് അവരെ ട്രീറ്റ് ചെയ്യും. 2. കുട്ടികളിലുള്ള സ്കിൻ ഇൻഫെക്ഷൻസ് നിസ്സാരമായി എടുക്കാണ്ട് ഒരു പീഡിയാട്രിക് ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആവശ്യമാണ്. 3. കുട്ടികളുള്ള സ്കിൻ ഇഷ്യൂസ് അവരുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കാണ്ട് അവർക്ക് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ആൻഡ് കൗൺസിലിംഗ് കൊടുക്കുക. പീഡിയാട്രിക് ഡെർമറ്റോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഫേഷ്യൽ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക്കിൽ അവൈലബിൾ ആണ്.